ശ്രീ സേനാപതി വേണു, നമ്മുടെ രാജ്യത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളെ തുടച്ചു നീക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയ സങ്കുചിത മനോഭാവം വെടിഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി ഏക സിവിൽ കോഡിന് വേണ്ടി പ്രയത്നിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ? അല്ല, ആ കാര്യത്തിൽ ആർക്കാന്നേ തർക്കമുള്ളത്? ഞാൻ ശ്രീപത്മനാഭൻ സാർ പറഞ്ഞതിൽ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുവരെ ഉണ്ടായ നേട്ടങ്ങളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അത് ഏകീകൃത സിവിൽ കോഡ് വന്നതുകൊണ്ടൊന്നും അല്ലല്ലോ. ഏകീകൃത സിവിൽ കോഡ് വന്നതുകൊണ്ടാണോ ഇപ്പം എന്താ പറഞ്ഞ ആദരണീയായ രാഷ്ട്രപതി ബഹുമാന്യായ ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വന്നത്? അത് ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നുകൊണ്ടാണോ? അല്ലല്ലോ. അപ്പോ ഇതുവരെയുള്ള രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏകീകൃത സിവിൽ കോഡ് ഇല്ലായ്മ ഒരു തടസ്സമായിട്ടില്ല. ആ ഏകീകൃത സിവിൽ കോഡ് ഇല്ലാതെയും നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളെല്ലാം വലിയ പുരോഗതി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ രാംകുമാർ സാർ സൂചിപ്പിച്ച പോലെ ഈ ഡ്രഗ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഏകീകൃത സിവിൽ കോഡ് വന്നാലൊന്നും നിന്നു പോകുകയല്ല. ഈ മദ്രസ വിദ്യാഭ്യാസം ഏകീകൃത സിവിൽ കോഡ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ വരാതിരുന്നത് കൊണ്ടോ ഉള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പം അത് എന്താ പറഞ്ഞ മറ്റ് ചില വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുറ്റകൃത്യത്തിൽ പെടുന്നു. ആ കുറ്റകൃത്യത്തിൽ പെടുന്ന ആളുകളെ തടയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ക്രിമിനൽ നിയമം. ആ ക്രിമിനൽ നിയമം ഒരാൾക്കും എക്സംഷൻ കൊടുത്തിട്ടില്ലല്ലോ. ഇന്നയാള് ഇന്ന സമുദായത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഇന്ന ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ട് അവന് ശിക്ഷയില്ല എന്നില്ലല്ലോ. അപ്പം ആ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ഡ്രഗും അതുപോലെ തന്നെ സ്മഗ്ലിങ്ങും ഈ വക കാര്യങ്ങളെല്ലാം ഇല്ലാതാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകീകൃത സിവിൽ കോഡിനുള്ള ചർച്ചകൾ നടക്കട്ടെ. അതിന് എന്താ പറഞ്ഞ അനുഗുണമായിട്ടുള്ള എല്ലാവരുടെയും കൺസെൻസസ് ഉണ്ടാകട്ടെ. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായില്ല എന്ന കാരണത്താൽ രാജ്യം പിന്നോക്കം പോകുന്നു അല്ലെങ്കിൽ രാജ്യം പിന്നോട്ടടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏതായാലും ഏകീകൃത സിവിൽ കോഡിന്റെ ലോ കമ്മീഷന്റെ ചർച്ചകളെ ആരംഭിച്ചിട്ടുള്ളൂ. ചോദിച്ചുകൊള്ളട്ടെ, ഈ മുസ്ലിം വ്യക്തി നിയമങ്ങൾ അത് ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത താങ്കൾക്ക് തോന്നുന്നില്ലേ? ഞാൻ രോഹിണി ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ കുറച്ച് വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, എന്റെ പരിസരത്തും എന്റെ അറിവിലും ഒക്കെയുള്ള മുസ്ലിം സുഹൃത്തുക്കൾ ആരും ബഹുഭാര്യത്വമുള്ളവരോ, എനിക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്, എന്റെ കൂട്ടത്തിലുള്ള അഭിഭാഷകരുണ്ട്, ഇല്ലെങ്കിൽ എന്റെ അയൽവാസികളുണ്ട്, ഇവരാരെങ്കിലും ബഹുഭാര്യത്വമുള്ളവരോ അല്ലെങ്കിൽ മുത്തലാഖ് നടത്തുന്നവരോ ഒന്നായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണല്ലോ എനിക്ക് വിലയിരുത്താവുന്നത്. ഞാനിപ്പം ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബീഹാറിൽ സംഭവിക്കുന്നുണ്ട്, അവിടുത്തെ മുസ്ലിം സ്ത്രീകളുടെ ദുരിതമെന്ത് എന്നൊക്കെ ഇവിടെ രാംകുമാർ സാറും ഒക്കെ സൂചിപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും അല്ലല്ലോ. റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുത്തതല്ല എന്ന് പറഞ്ഞതുപോലെ ഇത് കർശനമായ സാമൂഹിക മാറ്റത്തിലൂടെയേ ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആശുപത്രിയിൽ പോയി പ്രസവിക്കില്ല എന്ന് ശഠിക്കുന്നവരോട് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ പോയേ എന്ന് പറഞ്ഞ് പോലീസിന് അവരെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റൂ. അപ്പൊ ചില കാര്യങ്ങൾ അത് എന്താ പറയുക സാമൂഹിക മാറ്റത്തിലൂടെ പറ്റുള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ സതി നിരോധിച്ചത് അത് നിയമം മൂലമാണ് നിരോധിക്കാൻ പറ്റുള്ളൂ. ബഹുഭാര്യത്വം അത് ചിലപ്പോൾ നിയമം മൂലമേ നിരോധിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ മാര്യേജ് ഏജ് അത് നമ്മുടെ നാട്ടിൽ ആക്കിയതിന് ശേഷം ഇപ്പം ഒരാൾക്കും അതിൽ താഴെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിച്ചാൽ അവൻ പോക്സോ കേസിൽ പ്രതിയാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പം നിയമം കർശനമായിട്ട് നടപ്പിലാക്കണം. പക്ഷെ ആ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ അത് മറ്റുള്ളവർക്ക് ദോഷകരമല്ല എങ്കിൽ, പണ്ട് ഇംഗ്ലണ്ടിൽ ഭരണഘടന വന്നു കഴിഞ്ഞപ്പോ വടികറക്കാനുള്ള നിന്റെ സ്വാതന്ത്ര്യമുണ്ട്, നീ വടികറക്കിക്കൊള്ളൂ, ബട്ട് യുവർ ഫ്രീഡം എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ്. എന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് നിങ്ങൾക്ക് വടികറക്കാനുള്ള സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. വേറൊരു സമുദായത്തിനോ വേറൊരു വിഭാഗത്തിനോ ഇല്ലെങ്കിൽ ആർക്കും ദോഷകരമല്ലാത്ത രീതിയിലുള്ള വ്യക്തി നിയമങ്ങൾ അത് നിലനിന്നുകൊള്ളട്ടെ. അതൊരു ആചാരത്തിന്റെ ഭാഗമായി നിലനിന്നുകൊള്ളട്ടെ. മറിച്ച് സാമൂഹികമായ ദുരാചാരങ്ങളും അനാചാരങ്ങളും അതിനെ നിയമം വഴി തടയുന്നു. അങ്ങനെ നിയമം വഴി തടഞ്ഞതുകൊണ്ടാണല്ലോ 75 കൊല്ലം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയത്. ബാക്കി കാര്യങ്ങൾ പടിപടിയായി നമ്മൾ നേടണം. അതിനൊപ്പം തന്നെ യൂണിഫോം സിവിൽ കോഡ് എന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ അത് നടപ്പിലാക്കുന്നതിനുള്ള പോസിറ്റീവായ ചർച്ചകൾ, അത് ആരെയെങ്കിലും തെരഞ്ഞു പിടിച്ച് എന്തെങ്കിലും ഇല്ലായ്മ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആരെയെങ്കിലും തെരഞ്ഞു പിടിച്ച് അവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികളോ അല്ല. മറിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് 4 ആളും ഒരേ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണമെന്നല്ല. അത് ഓരോരുത്തർക്കും അവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും തത്വസംഹിതകളും ഒക്കെയുണ്ട്. അത് നിലനിൽക്കണം. അത് നിലനിർത്തിക്കൊണ്ട് വേണം ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ എന്നുള്ളതാണ്.